മരണമെന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നല്ല മരണമാണ്, രണ്ടാമത്തെ മരണം ചീത്ത മരണമാണ്. ആർക്കാണ് നല്ല മരണമുണ്ടാവുക? സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് നല്ല മരണം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ പടച്ചതമ്പുരാനിൽ വിശ്വസിക്കാതെ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ആ പ്രവൃത്തിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകൾ, അവരെ കാത്തിരിക്കുന്നത് ചീത്ത മരണമായിരിക്കുമെന്ന് പ്രമാണങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. രണ്ടു മരണങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വിശ്വാസിയുടെ മരണവും ആ വിശ്വാസിയുടെ മരണത്തെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ അവിശ്വാസികളുടെ മരണവും അതിനെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. ഇത് നമ്മളാരും അനുഭവിച്ചറിഞ്ഞ വിഷയമല്ല. ഞാനിത് ആമുഖമായി പറയാനുള്ള കാരണം വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ ആദ്യ വചനങ്ങൾ തന്നെ വിശ്വാസികളായ ആളുകളുടെ ഗുണങ്ങൾ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഇതാകുന്നു ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്ന കാര്യം എന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അവർ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ആര്? മുഅ്മിനുകളായ ആളുകൾ, വിശ്വാസികളായ ആളുകൾ. അവർ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടിയത്? നമുക്ക് നാളെ ഒരു ലോകമുണ്ട് എന്ന ബോധമുണ്ടായത് കൊണ്ടാണ്. നമ്മുടെ മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ഒരിക്കലും നശിച്ചു പോകാത്ത പരലോകമുണ്ട് എന്ന കൃത്യമായ ബോധമുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ അനുഭവത്തിലുള്ളതല്ല, മറിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഈ വിഷയത്തെ ഉൾക്കൊള്ളുകയും നമ്മുടെ മനസ്സിൽ ഇഷ്കാലുകളില്ലാതെ സംശയങ്ങളില്ലാതെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണമെന്ന് ആമുഖമായി എൻ്റെ സഹോദരങ്ങളെ, സഹോദരികളെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണം അത് സുനിശ്ചിതമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ആരാകട്ടെ, ഈ ലോകത്ത് മനുഷ്യനായിക്കൊണ്ട് പിറന്നു വീണോ അവൻ മരണം രുചിക്കാതെ പോവുകയില്ല. മരണം രുചിക്കാതെ ആർക്കും കടന്നു പോകാൻ സാധ്യമല്ല. ലോകത്ത് എത്രയോ മനുഷ്യർ, എത്രയോ സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നലകളിൽ കോടാനുകോടി മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്, നമുക്കറിയാം അത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൻ്റെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച വചനം. എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്? വകം അഹ്ലകിന ഖബ്ലഹും മിൻ ഖർനിൻ ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹും റിക്സാ. ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്? അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. എത്ര തലമുറകൾ നശിച്ചു പോയിട്ടുണ്ട്? അവരിൽ നിന്ന് ആരെയെങ്കിലും നീ കാണുന്നുണ്ടോ? ആ കഴിഞ്ഞുപോയ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആരെയെങ്കിലും നീ കാണുന്നുണ്ടോ? അവരുടെ ഒരു നേരിയ ശബ്ദമെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകളുണ്ട്, അവരൊക്കെ എവിടെ? അവർ മരിച്ചുപോയി, അവരുടെ ശബ്ദം കേൾക്കുന്നില്ല, അവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്? കഴിഞ്ഞുപോയ സമൂഹങ്ങളെ അള്ളാഹു മരിപ്പിച്ചിട്ടുണ്ട്, അവരെ നശിപ്പിച്ചിട്ടുണ്ട്, അവർ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും ആ വഴിയിലാണ്. മനുഷ്യരെ, നിങ്ങൾക്കും മരണമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും മരിക്കേണ്ടവരാണ്. നമുക്കും ഒരു നമ്മുടെയും മരണത്തിൻ്റെ ഒരു സമയമുണ്ട്. നമ്മളും മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മളും മരണത്തെ പിടിക്കാൻ വരുന്ന നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകളെ നമ്മൾ നേരിട്ട് കാണും. മലക്കുൽ മൗത്തിനെ നമ്മൾ കാണും. നമ്മളും ഖബറിൽ പോയി കിടക്കും. നമ്മുടെ കണ്ണുകളും നിറയും, നമ്മുടെ കാലുകളും കൂട്ടി പിണയും. അങ്ങനെ ഒരു ദിവസം, അങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു പറഞ്ഞൊരു വാചകമുണ്ട്, അള്ളാഹുവിന് പുറമെ, അള്ളാഹുവോടൊപ്പം അവനെയല്ലാതെ
യാതൊരു ദൈവത്തെയും യാതൊരു ഇലാഹിനെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു. കാരണം എന്താ? എന്നാൽ അള്ളാഹു പറഞ്ഞ വാചകം എന്താ? വലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ഇലാഹ ഇല്ലാ ഹുവ കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹഹു. എല്ലാം തകർന്നു തരിപ്പണമാകും, എല്ലാം തകരും അവൻ്റെ തിരുമുഖമൊഴികെ, റബ്ബിൻ്റെ മുഖമൊഴികെ ബാക്കിയെല്ലാം തകർന്നു തരിപ്പണമാകും. ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ. സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറഞ്ഞ വാചകാണ്. അവനുള്ളതാണ് വിധി കർത്തൃത്വം, അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുക. അപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ അധ്യാപനം എന്താണ്? മനുഷ്യരെ, ഈ ലോകത്തെല്ലാം തകർന്ന് തരിപ്പണമാകും. പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖമൊഴികെ കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനിലെ 26-ാമത്തെയും 27-ാമത്തെയും സൂക്തമാണ്. നമ്മൾ പരിചയമുള്ള വാചകങ്ങളാണ്. എല്ലാം തകർന്നു തരിപ്പണമാകും, എല്ലാം നശിക്കും. എന്തൊഴികെ ബാക്കിയാകുന്നത് വജ്ഹു റബ്ബിക, നമ്മുടെ രക്ഷിതാവിൻ്റെ മുഖമൊഴികെ, അള്ളാഹുവിൻ്റെ തിരുമുഖമൊഴികെ ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമാകും, ബാക്കിയെല്ലാം നശിച്ചു പോകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ വാചകം എന്താ? വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബിയെ, നിനക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം അനശ്വരത നൽകിയിട്ടില്ല. നീയും മരിക്കുമെന്നിരിക്കെ അവരെങ്ങനെയാണ് നിത്യജീവികളായിരിക്കുക? നബിയെ, നിന്റെ മുമ്പെല്ലാവരും നശിച്ചു പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. നീയും മരിക്കും. പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകൾ ജീവിക്കുമെന്ന്, മരിക്കാതെ ജീവിക്കുമെന്ന് അവർ വിചാരിക്കുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയിലെ വാചകം എന്താണ്? അഊദു ബിഇസ്സതികല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അല്ലദീ ലാ യമൂത്ത്. അല്ലദീ ലാ യമൂത്ത്. ആരാണ് അല്ലദീ ലാ യമൂത്ത്? അല്ലാഹുവാണ്. പരിശുദ്ധനും പ്രതാപിയുമായ അല്ലാഹുവേ, ഞാൻ നിന്നോട് നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. നീ ആരാണ്? നീ മരണമില്ലാത്തവനാണ്. വൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ. ജിന്നുകളും മനുഷ്യരും മരണത്തെ പിടികൂടുന്നവരാണ്. അപ്പം എന്ത് മനസ്സിലായി? മരണം സുനിശ്ചിതമാണ്. മരിക്കാതെ നമ്മൾ ആരും ബാക്കിയാവുകയില്ല എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമ്മളെ പഠിപ്പിച്ചു. എപ്പോഴാ മരണം? മരണത്തിനൊരു സമയമുണ്ട്. ആ മരണത്തിൻ്റെ സമയമെത്തിയാൽ അതിനെ മറികടക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു പറയാണ്, അല്ലാഹുവിൻ്റെ ഉത്തരവനുസരിച്ചല്ലാതെ ഒരാൾക്കും മരിക്കാൻ സാധ്യമല്ല, ഒരാളും മരിക്കുകയില്ല. എന്നാൽ ആ മരണമോ അത് അവധി കുറിക്കപ്പെട്ട ഒരു വിധിയാണത്. മരണത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ അജലുൻ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. സൂറത്തുൽ അറാഫിലെ 34-ാമത്തെ ആയത്ത്. ഓരോ സമുദായത്തിനും ഒരവധിയുണ്ട്. അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ, അവരുടെ സമയമായാൽ, ഒരു നാഴിക നേരം പോലും, ഒരു നിമിഷ നേരം പോലും വൈകിക്കുകയോ അവരുടെ അവധി നിശ്ചയിച്ച ആ നേരത്തിൽ നിന്ന് നേരത്തെയാക്കുകയോ ഇല്ല. അതെന്ത് മനസ്സിലായി? മരണത്തിനൊരു സമയമുണ്ട്, മരണത്തിന് കൃത്യമായ സമയമുണ്ട്. പക്ഷേ ആ മരണത്തിൻ്റെ സമയം നമുക്കറിയുകയില്ല. നമ്മൾ എവിടെ ഓടി ഒളിച്ചാലും, എവിടെ ഒളിച്ചു നിന്നാലും നമ്മുടെ സമയമായാൽ മരണം നമ്മളെ തേടിയെത്തും. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറയാണ്, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലുന്നത്, ആ മരണം നിങ്ങൾ തീർച്ചയായും കണ്ടുമുട്ടുന്നതാണ്. അപ്പം മരണത്തെ നമ്മൾ കണ്ടുമുട്ടും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മൾ മരിക്കുക? എപ്പോഴാണ് നമ്മുടെ മരണത്തിൻ്റെ സമയം? അത് നമുക്ക് ആർക്കും അറിയില്ല. ആ മരണത്തിൻ്റെ സമയം നമുക്കാർക്കും അറിയുകയില്ല. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി വമാ തസ്ഖുതു മിൻ ബറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സൂറത്തുൽ അൻആം 59-ാമത്തെ ആയത്ത്. എന്താ അല്ലാഹു പറയുന്നത്? അല്ലാഹുവിൻ്റെ പക്കലാകുന്നു അദൃശ്യത്തിൻ്റെ ഖജനാവുകൾ. അവനല്ലാതെ അദൃശ്യം അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അല്ലാഹു അറിയും.
അതേപോലെ തന്നെ അവൻ അറിയാതെ ഒരു ഇല പോലും താഴേക്ക് വീഴുന്നില്ല, ഒരു ഇല പോലും താഴേക്ക് വീഴുന്നില്ല. ഭൂമിയിൽ ഉള്ളിലിരിക്കുന്ന ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതല്ലാതെ ഉണ്ടാവില്ല. എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവൻ, ഗൈബ് അറിയുന്നവൻ, അദൃശ്യം അറിയുന്നവൻ അത് പടച്ചതമ്പുരാൻ മാത്രമാണ്. നാളെ എന്ത് നടക്കുമെന്ന് നമുക്കാർക്കും അറിയുകയില്ല. മഫാത്തിഹുൽ ഗൈബിന്റെ അദൃശ്യ ലോകത്തിന്റെ താക്കോലുകൾ 5 എണ്ണമാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്താ? ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, ലോകാവസാനത്തെ കുറിച്ചുള്ള അറിവ് അല്ലാഹു മാത്രമാണ് അറിയുക. വയുനസ്സിലുൽ ഗൈസ, അവനാണ് മഴ വർഷിപ്പിക്കുന്നവൻ. വയഅലമു മാ ഫിൽ അർഹാം, അവനാണ് ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നവൻ. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് ചെയ്യുക എന്ന് ഒരാത്മാവിനും പറയാൻ സാധ്യമല്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഒരാൾക്കും പറയാൻ സാധ്യമല്ല എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അപ്പൊ മരണത്തിനൊരു സമയമുണ്ട്. ആ മരണത്തിന്റെ സമയം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹു ചെയ്തു തന്ന നിഅമത്താണ്. മരണത്തിന്റെ സമയമെങ്ങാനും നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹു ചെയ്തു തന്ന മഹത്തായ നിഅമത്താണ് മരണത്തിന്റെ സമയം റബ്ബ് നമ്മളെ അറിയിച്ചില്ല എന്നുള്ളത്. അൽഹംദുലില്ലാ, അത് അള്ളാഹിന്റെ നിഅമത്താണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്കൊരു മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മരണത്തിനൊരു സമയവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമെത്തിയാൽ ഏത് പ്രദേശത്ത് വെച്ചാണോ നമ്മുടെ റൂഹ് അള്ളാഹു പിടിക്കാൻ ഉദ്ദേശിച്ചത് അവിടേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമെന്നാണ്. അവിടേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും. ഇത് അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ഫീഹാ ഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ ഏതെങ്കിലും ഒരു ഭൂമിയിൽ വെച്ചാണ്, ഒരു പ്രദേശത്ത് വെച്ചാണ് മരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എങ്കിൽ ആ പ്രദേശത്തേക്ക് അവനൊരു ആവശ്യമുണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അവൻ അങ്ങോട്ട് ചെല്ലും. അള്ളാഹു ഒരാളെ ഇന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് മരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രദേശത്തേക്ക് അള്ളാഹു അവനൊരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കും. അപ്പം അവൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും? അവൻ ആ പ്രദേശത്തേക്ക് ചെല്ലും. അവിടെ വെച്ചുകൊണ്ട് അവൻ്റെ റൂഹ് പിടിക്കുമെന്നാണ് ഇമാം സുയൂത്തി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എത്രയോ ആളുകളെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരൊരു മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്നു, മറ്റൊരു നാട്ടിലേക്ക് അവർ പോകുന്നു. ഇന്ന് നമ്മൾ വാർത്തയിൽ കേട്ട സംഭവമുണ്ട്. കേരളത്തിൻ്റെ പുറത്തുള്ള ഒരു ഹോട്ടലിൽ ഒരു സ്ത്രീ മരണപ്പെട്ട വാർത്ത നമ്മൾ വായിച്ചു. കേട്ട വാർത്ത സത്യമാണ് എങ്കിൽ കോഴിക്കോട്ടുകാരിയായ ഒരു സഹോദരി, ആ സഹോദരി കോഴിക്കോട് ജീവിക്കുന്ന സഹോദരി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു പ്രദേശത്ത് പോയി ലോഡ്ജിൽ മുറിയെടുക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് അവർ മരണപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു എങ്ങനെയാണോ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, എവിടെ വെച്ചാണോ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, അള്ളാഹു അവർക്കൊരാവശ്യമുണ്ടാക്കി കൊടുക്കും. അങ്ങനെ അവർ ആ പ്രദേശത്തെത്തും. എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ, ആ സ്നേഹിതൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം നാട്ടിൽ തിരുവനന്തപുരത്ത് ഒരു അഡ്വക്കറ്റായി, വക്കീലായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സഹോദരൻ ജുബൈലിലേക്ക് ക്ഷണിക്കുന്നു, ഇങ്ങോട്ട് വരാൻ പറയുന്നു. അനുജന്റെ ക്ഷണം സ്വീകരിച്ച് ജ്യേഷ്ഠൻ ജുബൈലിലേക്ക് വരുന്നു. അദ്ദേഹം ആദ്യമായിട്ടാണ് യാത്ര നടത്തുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു, അനുജന്റെ കൂടെ ഏതാനും ദിവസങ്ങൾ ജീവിച്ചു. അനുജൻ ജോലിക്ക് പോയി. ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ അനുജൻ കതകിൽ മുട്ടിയിട്ട് വാതിൽ തുറക്കുന്നില്ല. നിയമപാലകരെ, പോലീസിനെ വിവരമറിയിച്ച് പോലീസ് വന്നു, കതക് ചവിട്ടിപ്പൊളിച്ചു. ഉള്ളിൽ കടന്നു നോക്കുമ്പോൾ ജ്യേഷ്ഠൻ മരണപ്പെട്ട് കിടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ റൂഹ് പിടിക്കാൻ നിശ്ചയിച്ചത് എവിടെയാണോ അവിടേക്ക് അല്ലാഹു അദ്ദേഹത്തെ എത്തിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ആ ബോധം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മരണമുണ്ട്. മരണം സുരക്ഷിതമാണ്. മരണത്തിന് കൃത്യമായ തീയതിയുണ്ട്. മരണത്തിൻ്റെ തീയതി നമുക്കറിയുകയില്ല. എന്നാൽ എവിടെ വെച്ചാണോ നമ്മുടെ റൂഹ് പിടിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവിടേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കും. ഇതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ആ റൂഹ് പിടിക്കുന്ന രംഗം എങ്ങനെയാണ്, നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുന്ന രംഗം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, 2 രീതിയിലുള്ള മരണമുണ്ട്. ഒന്ന് വിശ്വാസികളുടെ മരണമാണ്. നമുക്കാദ്യം അതിനെക്കുറിച്ച് പറയാം. വിശ്വാസികളായ നമ്മുടെ ആത്മാവിനെ എങ്ങനെയാണ് അല്ലാഹു പിടിച്ചെടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു തന്നു. ഇന്നൽ അബ്ദൽ മുഅ്മിന
ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയ വഇഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാ നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാഇ ബീദുൽ വുജൂഹി കഅന്ന വുജൂഹുമുശ് ശംസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരടിമയുടെ ദുനിയാവിലെ ജീവിതം അവസാനിക്കുകയും അതേപോലെ തന്നെ പരലോകത്തിലേക്ക് അവൻ പോകേണ്ട സമയം അടുക്കുകയും ചെയ്താൽ അവൻ്റെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എങ്ങനെയുള്ള മലക്കുകൾ? സൂര്യന് സമാനമായ വെളുത്ത മുഖമുള്ള മലക്കുകളായിരിക്കും അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത്. മഅഹും കഫനുൻ മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹനൂതിൽ ജന്ന. ആ മലക്കുകളുടെ സമീപത്ത് സ്വർഗീയമായ കഫനും അതേപോലെ തന്നെ സ്വർഗീയമായ സുഗന്ധങ്ങളും ആ മലക്കുകളുടെ കൂടെയുണ്ടാകും. സ്വർഗത്തിൽ നിന്നുള്ള കഫനും അതേപോലെ തന്നെ കഫൻ തുണികളും അതേപോലെ തന്നെ സ്വർഗീയമായ സുഗന്ധങ്ങളുമായി കൊണ്ടാണ് ആ മലക്കുകൾ വരുന്നത്. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ. അങ്ങനെ ആ മലക്കുകൾ വന്ന് ആരുടെ റൂഹാണോ പിടിക്കേണ്ടത് ആ മനുഷ്യൻ്റെ കണ്ണെത്തിയ അയാൾക്ക് നോക്കിയാൽ കാണാവുന്ന അത്രയും ദൂരം മലക്കുകൾ അങ്ങനെ വന്നിരിക്കും. നല്ല വെളിച്ചമുള്ള മുഖത്തിൻ്റെ ഉടമകളായ മലക്കുകൾ വന്നിരിക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്. പിന്നെ മലക്കുൽ മൗത്ത് വരും. ആരാ മലക്കുൽ മൗത്ത്? അല്ലാഹു റൂഹ് പിടിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്ക്. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി. അങ്ങനെ ആ മലക്കുൽ മൗത്ത് വന്ന് അവൻ്റെ തലയുടെ സമീപത്തിരിക്കും. ഫയഖൂൽ. എന്നിട്ട് അവൻ പറയും, ആ മലക്കുൽ മൗത്ത് പറയും, അയ്യതുഹൻ നഫ്സുൽ തയ്യിബ അയ്യതുഹൻ നഫ്സു തയ്യിബ വഫീ റിവായത്തിൻ ഉഖ്റ അൽ മുത്മഇന്ന. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ നല്ല ആത്മാവേ, നീ പുറത്തു വരിക. അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും നീ പുറത്തേക്ക് വരിക എന്ന് ആ മലക്കുൽ മൗത്ത് മനുഷ്യനോട് പറയും, അവന്റെ റൂഹിനോട് പറയും. അപ്പോൾ വെള്ളപാത്രത്തിൽ നിന്നും വെള്ളത്തുള്ളി ഒലിച്ചിറങ്ങുന്നത് പോലെ ആത്മാവ് അവനിൽ നിന്നും ഒലിച്ചു പുറത്തേക്ക് വരും. അപ്പോൾ മലക്കുൽ മൗത്ത് അവന്റെ റൂഹിനെ സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വിശ്വാസിയായ ആളുടെ, വിശ്വാസികളുടെ മലക്കിനെ, വിശ്വാസികളുടെ റൂഹിനെ മലക്കുകൾ പിടിച്ചെടുക്കുന്ന രംഗമാണ് റസൂലുള്ളാഹി നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അവിടെ അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. വിശ്വാസികളായ ആളുകളെ അവരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുകൾ വിശ്വാസികളോട് പറയുന്ന ചില സന്തോഷ വാർത്തകളുണ്ട്. നമ്മളത് കേൾക്കണം, നമ്മളത് വായിക്കണം, നമ്മളത് പഠിക്കണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു പറയാണ്, എന്താണ് മലക്കുകൾ പറയുന്നത്? ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നീട് നേരാം വണ്ണം ഇസ്തിഖാമത്തോടുകൂടെ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇപ്രകാരം പറയും, വല തഹ്സനു അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, വല തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, വഅബ്ശിറു, നിങ്ങൾക്കിതാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്തുകൊണ്ട്? സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക എന്ന് മലക്കുകൾ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ പഠിപ്പിച്ചു. വീണ്ടും അവർ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസകും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. ഐഹിക ജീവിതത്തിലും ഈ ദുനിയാവിലെ ജീവിതത്തിലും പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാകുന്നു. നിങ്ങൾക്കവിടെ അഥവാ പരലോകത്ത് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾക്കവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഉണ്ടായിരിക്കും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ആ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു സൽക്കാരം അത്രയത് എന്ന് മലക്കുകൾ മനുഷ്യരെ സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്. വിശ്വാസികളായ ആളുകളെ, നല്ല നല്ല മനുഷ്യരെ സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്തോഷ വാർത്തകൾ ഏറ്റുവാങ്ങി നമ്മുടെ റൂഹിനെ വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിന് നാം വിശ്വാസത്തോടെ ജീവിക്കണം, അതിന് നാം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. നമ്മൾ ഈ രണ്ട് മരണങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതു മരണമായിരിക്കും എനിക്കുണ്ടാവുക എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുക. മരണം സത്യമാണ്, മരണം യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, മലക്കുൽ മൗത്തിനെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിക്കാണും, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും, നമ്മുടെ കണ്ണ് നിറയും, അതേപോലെ തന്നെ നമ്മുടെ കാലുകൾ കൂടി പിണരും. ആ മരണം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ മരണം സംഭവിക്കുമ്പോൾ, ആ മരണത്തിൻ്റെ സമയമാകുമ്പോൾ ഏതു മരണമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്?
അതിനെന്ത് വേണം? ഇതാ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത് എന്തിനാണ്? റസൂലുള്ളാഹി ഇങ്ങനെ വിശദീകരിച്ചത് എന്തിനാണ്? ഒരുങ്ങാൻ വേണ്ടിയാണ്. സമാധാനത്തോടെ നന്മകൾ ചെയ്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ മനുഷ്യ നിനക്ക് സമാധാനത്തോടെ മരിക്കാൻ സാധിക്കും. അവിശ്വാസികൾ അവരുടെ മരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസഹും ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസഹും ഖാലു ഫീമ കുൻതും ഖാലു കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ് ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ ഫഉലൈക മഅവാഹും ജഹന്നം വസഅത് മസീറ. അവിശ്വാസികളായ ആളുകൾ, ധിക്കാരികളായ ആളുകൾ അവരുടെ റൂഹ് പിടിക്കാൻ വരുന്ന സന്ദർഭമാണ് പറയുന്നത്. അവരുടെ അവിശ്വാസികളായ ആളുകളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ, അവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് സ്വന്തത്തോട് അന്യായം ചെയ്ത ആളുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങളെന്തൊരു നിലപാടിലായിരുന്നു? ആ ആളുകൾ പറയും, ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ മലക്കുകളുടെ ചോദ്യം എന്താ? മലക്കുകൾ ചോദിക്കാലു അലം തകുൻ അർദുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് ഹിജ്റ പോയി കൂടായിരുന്നോ? സ്വദേശം വിട്ട് ദീനനുസരിച്ച് റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു നാട്ടിലേക്ക് നിങ്ങൾക്ക് പോയി കൂടായിരുന്നോ എന്നവരോട് ചോദിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി വൽ മലായികതു ബാസിതു അയ്ദിഹിം അഖ്രിജൂ അൻഫുസകും اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم من آياته تستكبرون. ആ അക്രമികളായ ആളുകൾ മരണവെപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ, അല്ലാഹ് പറയാ വലൗ തറ നീ കണ്ടിരുന്നെങ്കിൽ. ആര്? ഇതിൽ ളാലിമൂന, ആ അക്രമികളായ ആളുകൾ. എവിടെ? ഫീ ഗമറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വെപ്രാളത്തിലായിരിക്കുന്ന ആ സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ. എന്താണ് ആ സന്ദർഭം? വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും, മലക്കുകൾ ആത്മാവുകളെ അവന്റെ റൂഹിനെ പുറത്തിറക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ തങ്ങളുടെ കൈകൾ ഓങ്ങിക്കൊണ്ടിരിക്കുന്ന കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. മലക്കുകൾ അവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അവര് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രംഗം നീ കണ്ടിരുന്നെങ്കിലെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അവിശ്വാസികളായ ആളുകളെ മരിപ്പിക്കുന്ന രംഗം അത് വേദനാജനകമാണ്, അത് പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വഇന്നൽ അബ്ദൽ കാഫിറ ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയ വഇഖ്ബാലിൻ മിനൽ ആഖിറ. ഒരു കാഫിറായ അവിശ്വാസിയായ മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്ന സമയവും പരലോകത്തേക്ക് കടന്നു ചെല്ലേണ്ട സമയവുമായാൽ നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ ഗിലാദുൻ ഷദീദുൻ സൂദുൽ വുജൂഹി മഅഹുമുൽ മുസൂഹു മിനൻ നാരി ഫയജ്ലിസൂന മിൻഹു മദ്ദൽ ബസർ. നേരത്തെ പറഞ്ഞതുപോലെ കാഫിറുകളും തമ്മാടികളുമായ ആളുകൾ അവർ ദുനിയാവിനോട് വിട പറയേണ്ട സമയമെത്തിയാൽ, ആഖിറത്തിലേക്ക് മുന്നിടേണ്ട സമയം വന്നാൽ അവരിലേക്ക് കഠിനന്മാരും പരുക്കന്മാരും കറുത്ത മുഖമുള്ളവരുമായ മലക്കുകൾ ഇറങ്ങി വരും. ആ മലക്കുകളോടൊപ്പം നരകത്തിൽ നിന്നുള്ള പരുത്ത രോമവസ്ത്രമുണ്ടായിരിക്കും. അവനിൽ നിന്ന് ആ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ നോക്കുന്ന അത്രയും ദൂരം ഭീകരന്മാരായ ഭയപ്പെടുത്തുന്ന മലക്കുകളിരിക്കും. എന്നിട്ട് മലക്കുൽ മൗത്ത് വരും. എന്നിട്ട് അവന്റെ തലയുടെ സമീപത്തിരിക്കും. ആ അവിശ്വാസിയായ ധിക്കാരിയായ താന്തോന്നിയായ മനുഷ്യന്റെ അടുക്കലിരിക്കും. ഫയഖൂൽ, എന്നിട്ട് മലക്കുൽ മൗത്ത് പറയും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഏ മ്ലേച്ഛാത്മാവേ, ഏ മോശമായ ആത്മാവേ, ഉഖ്റുജി ഇലാ സഖ്തിൻ മിനല്ലാഹി വഗളബിൻ, അല്ലാഹുവിൽ നിന്നുള്ള കോപത്തിലേക്കും ക്രോധത്തിലേക്കും പുറപ്പെട്ടുകൊള്ളുക. നഊദു ബില്ലാ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ രംഗം ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ വിശുദ്ധരായ മലക്കുകൾ കോപത്തോടുകൂടെ കറുത്ത മുഖവുമായി മനുഷ്യരുടെ സമീപത്തേക്ക് വരികയാണ്, അവിശ്വാസികളുടെ സമീപത്തേക്ക് വരികയാണ്. എന്നിട്ട് അവരോട് പറയുന്ന വാചകം എന്താ? ആ വിളി നോക്കൂ നിങ്ങൾ. അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഏ മ്ലേച്ഛാത്മാവേ, ഉഖ്റുജി ഇലാ സഖ്തിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ കോപത്തിലേക്കും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള കോപത്തിലേക്കും അവന്റെ ക്രോധത്തിലേക്കും ദേഷ്യത്തിലേക്കും നീ പുറപ്പെട്ടുകൊള്ളുക. അതോടുകൂടെ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ചിതറും. അപ്പോൾ മലക്കുൽ മൗത്ത് അതിനെ ഊരിയെടുക്കും. നനഞ്ഞ പഞ്ഞിയിൽ ധാരാളം കൊളുത്തുള്ള
ദണ്ടുകൊണ്ട് വലിച്ചൂരുന്നത് പോലെ, വലിച്ചൂരിയെടുക്കുന്നത് പോലെ അവൻ്റെ ഞരമ്പുകളെയും നാഡികളുമൊക്കെ അത് മുറിച്ച് കളഞ്ഞുകൊണ്ട് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും അവൻ്റെ റൂഹ് അത് പിടിച്ചെടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഏതു മരണമാണ് വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുക. ഇതേ രീതിയിലാണ് അവിശ്വാസികളെ അവരുടെ റൂഹ് പിടിച്ചെടുക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, വിശ്വാസികളായ ആളുകൾ അവരുടെ റൂഹ്, അവരുടെ ആത്മാവ് പുറത്തു വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ട് മരണം നമ്മൾ മനസ്സിലാക്കി. വിശ്വാസികളുടെ മരണത്തിൻ്റെ രീതി ഞാൻ പറഞ്ഞു, അവിശ്വാസികളെ മരിപ്പിക്കുന്നതും പറഞ്ഞു. ഇനി വിശ്വാസികളുടെ റൂഹ് പുറത്തു വന്നു. ഹത്താ ഇദാ ഖറജത് റൂഹുഹു സ്വല്ല അലൈഹി കുല്ല മലകിൻ ബൈന അസ്സമാഇ വൽ അർദ് വകുല്ല മലകിൻ ഫിസ് സമാ. സുബ്ഹാനല്ലാഹ്, എത്ര ഭാഗ്യവാന്മാരാണ് അവർ. ആ വിശ്വാസിയുടെ ആത്മാവ് അത് പുറത്തു വന്നാൽ വാനത്തിനും ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള മുഴുവൻ മലക്കുകളും, ആകാശത്തിലുള്ള മലക്കുകളും അയാൾക്ക് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു നല്ല മനുഷ്യൻ്റെ റൂഹ് പിടിച്ചാൽ, റൂഹ് പുറത്തു വന്നാൽ, പ്രിയപ്പെട്ടവരെ, ആ റൂഹിന് വേണ്ടി, ആ ആത്മാവിന് വേണ്ടി, ആ മനുഷ്യന് വേണ്ടി സകല മനുഷ്യരും ആകാശഭൂമികൾക്കിടയിലുള്ള ആകാശലോകത്തുള്ള മലക്കുകൾ എല്ലാവരും അയാളുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആ റൂഹിന് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ആ ആകാശ കവാടത്തിലെ ഓരോ മലക്കുകളും, ആകാശങ്ങളിലുള്ള മലക്കുകൾ അവരാഗ്രഹിക്കും. എന്താ ആഗ്രഹിക്കുന്നറിയോ? ആ പരിശുദ്ധാത്മാവിനെ, ആ നല്ല മനുഷ്യന്റെ റൂഹിനെ ഞങ്ങളുടെ സമീപത്തുകൂടെ, ഞങ്ങളുടെ കതകിലൂടെ, ഞങ്ങളുടെ വാതിലിലൂടെ ആ ആത്മാവിനെ കൊണ്ടുവരണേ എന്ന് റബ്ബിനോട് അവർ ദുആ ചെയ്യും. അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും. അങ്ങനെ പുറത്തു വന്ന ആത്മാവിനെ മലക്കുൽ മൗത്ത് സ്വീകരിച്ചാൽ മറ്റു മലക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവന്ന സ്വർഗീയമായ കഫൻ തുണിയിലും അതേപോലെ തന്നെ സുഗന്ധത്തിലും അവരാ റൂഹിനെ പൊതിയും, അവരാ ആത്മാവിനെ പൊതിയും. എന്നിട്ട് വിശ്വാസിയുടെ ആത്മാവുമായി ആ മലക്കുകൾ വാനലോകത്തേക്ക്, ഉപരിലോകത്തേക്ക് പോകും. റസൂലുള്ളാഹി പഠിപ്പിക്കാണ്, വിശ്വാസിയുടെ ആത്മാവ് പുറത്തു വന്നാൽ മലക്കുകൾ അതിനെ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കഫനിലും സുഗന്ധത്തിലും ഏറ്റുവാങ്ങി ആകാശത്തേക്ക് കൊണ്ടുപോകും. ആകാശത്തുള്ള ആളുകൾ അപ്പോൾ പറയുന്ന വാചകന്ത, റൂഹുൻ തയ്യിബത്തുൻ ജാഅത് മിൻ ഖിബലിൽ അർളി സല്ലല്ലാഹു അലൈകി വഅലാ ജസദിൻ കുൻതു തഅമുരിനിഹു എന്നവർ പറയും. നല്ലൊരാത്മാവ്, നല്ലൊരാത്മാവ് അത് ഭൂമിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. നിനക്കും നീ വസിച്ചിരുന്ന ദേഹത്തിനും അള്ളാഹു കരുണ ചൊരിയട്ടെ എന്ന് ആ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ മലക്കുകൾ ആ ആത്മാവും കൊണ്ട് ആകാശലോകത്തേക്ക് കയറുകയാണ്. അവർ അതും കൊണ്ട് ഏത് മലക്കുകളുടെ കൂട്ടത്തിലൂടെ കടന്നു പോകുന്നുവോ അവരെല്ലാവരും പറയും, അവരെല്ലാവരും ചോദിക്കും, മാ ഹാദർ റൂഹു തയ്യിബ്, മാ ഹാദർ റൂഹു തയ്യിബ്, ഏതാണ് ഈ ഉത്തമമായ ആത്മാവ്, ഈ നല്ല ആത്മാവ് ആരുടേതാണ്? ഫയഖൂലൂൻ, അപ്പോൾ ആ റൂഹുമായി കൊണ്ട്, ആത്മാവുമായി കടന്നു പോകുന്ന മലക്കുകൾ പറയും, ഇബ്നു ഫുലാനിൻ ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനു യുസമ്മൂനഹു ബിഹാ ഫിദ് ദുനിയ, ദുനിയാവിൽ ആ മനുഷ്യനെ വിളിക്കപ്പെട്ടിരുന്ന ഏറ്റവും നല്ല പേരുകൊണ്ട് അവർ ആ ആളെ, ആ ആത്മാവിനെ വിളിക്കും, അങ്ങനെ പരിചയപ്പെടുത്തും. അങ്ങനെ നോക്കൂ നിങ്ങൾ, അങ്ങനെ ഓരോ കവാടത്തിലൂടെയും ആകാശലോകത്തിലേക്ക് ആ ആകാശ കവാടം തുറക്കാൻ വേണ്ടി പറയും. ആകാശത്തിൻ്റെ കവാടം തുറക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും? ഉപരിലോകത്തെത്തും. അപ്പോൾ അവർക്ക് എല്ലാ ആകാശങ്ങളും തുറക്കപ്പെടും. ഓരോ ആകാശത്തിലെയും അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾ തൊട്ടടുത്ത ആകാശം വരെ ആ ആത്മാവിനെ അനുഗമിക്കും. 7-ാം ആകാശത്തിലേക്ക് അതുമായി എത്തുവോളം ഒരുപാട് മലക്കുകൾ അനുഗമിച്ച്, ഒരുപാട് മലക്കുകളുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി എന്ത് ചെയ്യും? ആ റൂഹിനെ കൊണ്ടുപോകും. അപ്പോൾ അള്ളാഹു പറയും, അവിടെ എത്തുമ്പോൾ അള്ളാഹു പറയും, എന്താ അള്ളാഹു പറയുന്നത്? ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ, എൻ്റെ ദാസന്റെ രേഖ നിങ്ങൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തുക. ഇല്ലിയീൻ എന്താണ് എന്ന് നിനക്കറിയുമോ? കിതാബുൻ മർഖൂം യഷ്ഹദുഹുൽ മുഖറബൂൻ, കിതാബുൻ മർഖൂം യഷ്ഹദുഹുൽ മുഖറബൂൻ, എഴുതപ്പെട്ട രേഖ എത്രയത്? സാമീപ്യം സിദ്ധിച്ചവർ, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയ ആളുകൾ അതിൽ സന്നിഹിതരാകുന്നതാണ്. അങ്ങനെ അയാളുടെ രേഖ ഇല്ലിയീനിൽ എഴുതും. ശേഷം പറയും ഭൂമിയിലേക്ക് അതിനെ മടക്കണം. അങ്ങനെ എന്തു ചെയ്യും? അതിനെ ഭൂമിയിലേക്ക് മടക്കും, ഖബറിലേക്ക് കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം സമാധാനത്തോടു കൂടെയുള്ള യാത്രയാണ്. ഈ ഒരു യാത്ര അനുഭവിക്കേണ്ടവരാണ് നമ്മൾ, ഈ ഒരു യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ.
അതുകൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അവിശ്വാസിയുടെ ആത്മാവ് പുറത്തു വന്നാലോ? ഇപ്പോഴെന്തൊക്കെ നമ്മൾ കേട്ടോ അതിൻ്റെ നേരെ വിപരീതം അതാണ് സംഭവിക്കുന്നത്. അവിശ്വാസിയുടെ ആത്മാവ് പുറത്തു വന്നാൽ ആകാശലോകത്തും അതേപോലെ തന്നെ ഭൂമിക്കും ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള മുഴുവൻ മലക്കുകളും ആകാശത്തിലുള്ള മലക്കുകളും അയാളെ ശപിക്കും, അയാളെ ശപിച്ചുകൊണ്ടിരിക്കും. ആകാശത്തിൻ്റെ കവാടം അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. ഓരോ ആകാശ കവാടത്തിലുള്ളവർ തങ്ങളുടെ വഴി ആ ആത്മാവിനെ കൊണ്ടുവരരുതേ, ഉയർത്തരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. പുറത്തു വന്ന ആത്മാവിനെ മലക്കുൽ മൗത്ത് ഏറ്റെടുക്കും. ആത്മാവിനെ മലക്കുകളെ സ്വീകരിച്ചാൽ മറ്റു മലക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ ആ പരുപരുത്ത വസ്ത്രത്തിൽ ആ മയ്യത്തിനെ, ആ റൂഹിനെ അവർ പൊതിയും. എന്നിട്ട് ഭൂമുഖത്ത് കാണപ്പെട്ട ഏറ്റവും ദുർഗന്ധമുള്ള ശവത്തിൻ്റെ നാറ്റം അതിൽ നിന്ന് ബഹിർഗമിക്കും. അങ്ങനെ അവിശ്വാസിയുടെ ആത്മാവ് പുറത്തു വന്നാൽ മലക്കുകൾ അതിനെയും സ്വീകരിച്ച് അവർ പോവുകയാണ്, ആകാശലോകത്തേക്ക് പോവുകയാണ്. അപ്പം എന്താണ് അവർ വിളിച്ചു പറയുന്നത്? മലക്കുകൾ പറയുന്നത് എന്താ? ഭൂമിയുടെ ഭാഗത്തു നിന്നുള്ള മ്ലേച്ഛമായ ഒരു ആത്മാവാണ് ഇത് എന്ന് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ലാ മർഹബൻ ബിൻ നഫ്സിൽ ഖബീത, ലാ മർഹബൻ ബിൻ നഫ്സിൽ ഖബീത കാനത് ഫിൽ ജസദിൽ ഖബീതി ഇർജിഇ ദമീമതൻ ഫഇന്നഹാ ലാ തുഫ്തഹു ലക്കി അബ്വാബുസ് സമാ. മലക്കുകൾ പറയുന്ന ദുഷിച്ച മനുഷ്യ ശരീരത്തിലായിരുന്ന മ്ലേച്ഛാത്മാവേ, യാതൊരു സ്വാഗതമല്ല, നിന്യനായി നീ മടങ്ങുക. കാരണം ആകാശ കവാടങ്ങൾ നിനക്ക് തുറക്കപ്പെടുകയില്ല, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. അങ്ങനെ മലക്കുകൾ ആ ആത്മാവും കൊണ്ട് കയറും. അവരതും കൊണ്ട് ഏത് മലക്കുകളുടെ കൂട്ടത്തിലൂടെ കടന്നു പോകുന്നോ അവരെല്ലാവരും പറയും, ഏതാണ് ഈ ദുഷിച്ച ആത്മാവ്, ഏതാണ് ഏതാണ് ഈ ദുഷിച്ച ആത്മാവ്? അപ്പൊ അവര് അയാളെ വിളിച്ചിരുന്ന ഏറ്റവും മോശമായ പേര് കൊണ്ട് അയാളെ പരിചയപ്പെടുത്തും. അങ്ങനെ ആകാശത്തിലേക്ക് അവർ ആ റൂഹുമായി, ആകാശത്തിൽ അവർ അതും ആ റൂഹുമായി കൊണ്ട് കടന്നു പോകും. ആകാശത്തിൻ്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുകയില്ല, തുറക്കാൻ ആവശ്യപ്പെടും. എന്നാൽ ആ ആകാശ കവാടങ്ങൾ ലാ തുഫ്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. റസൂൽ പഠിപ്പിച്ച വാചകാണത്. അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നിട്ട് ആ മനുഷ്യന്റെ രേഖകൾ അത് ഉക്തുബു കിതാബഹു ഫീ സിജ്ജീൻ, സിജ്ജീനിൽ അവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പറയും. എന്താണ് സിജ്ജീൻ? ആ സിജ്ജീൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രേഖയാണത്. എന്നിട്ട് അവനെ ഭൂമിയിലേക്ക് മടക്കാൻ വേണ്ടി പറയും. ഭൂമിയിലേക്ക് ആ മയ്യത്തിനെ മടക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അവിശ്വാസിയുടെ മരണവും ആ മരണത്തിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. വിശ്വാസിയുടെ മരണവും ആ മരണത്തിൻ്റെ ശേഷവുമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും ലളിതമായ രൂപത്തിൽ, ഏറ്റവും ചെറിയ രൂപത്തിലാണ് ഞാനിത് വിശദീകരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ രണ്ടും മരണം നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. അതിലേത് മരണം വേണമെന്ന് നമ്മൾ സ്വയം ആലോചിച്ച് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ വിശ്വാസികളാണ്. നമ്മുടെ അടുത്ത് സമാധാനത്തോടുകൂടെ മലക്കുകൾ വരണം. അതിന് വിശ്വാസത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകിയ ഒരു ഉപദേശം, ആ ഉപദേശം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു, പ്രവാചകന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, റസൂലിനോട് പറഞ്ഞു, യാ മുഹമ്മദേ ഇശ്മാ ശിഅത ഫഇന്നക മയ്യിതുൻ. മുഹമ്മദേ, നീ ജീവിച്ചോളൂ, നീ ഉദ്ദേശിക്കുന്നത്ര ജീവിച്ചോളൂ. ഫഇന്നക മയ്യിതുൻ, നീ മരിക്കും. വഅഹ്ബിബ് മൻ ശിഅത. മുഹമ്മദേ, നീ ആഗ്രഹിക്കുന്നവരെ നീ സ്നേഹിച്ചോളൂ. ഫഇന്നക മുഫാരിഖു, നീ അവരുമായി കൊണ്ട് വേർപിരിയും. വഅമൽ മാ ശിഅത, നീ ഉദ്ദേശിക്കുന്നത് തോന്നിയത് പ്രവർത്തിച്ചുകൊള്ളൂ. ഫഇന്നക മുലാഖീഹി, നീ അതിനെ കണ്ടെത്തും, ആ പ്രവർത്തിച്ചതിനെ കണ്ടെത്തും. അള്ളാഹിൻ്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞ വാചകങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മളും മരിക്കും. നമ്മളും സ്നേഹിക്കുന്ന ആളുകളുണ്ട്, നമ്മളും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുമായി കൊണ്ട് നമ്മൾ വേർപിരിയും. നമ്മളെ അവർ മയ്യത്ത് കട്ടിലിൽ വെക്കും. നമ്മളെയും വഹിച്ചവർ യാത്ര പോകും. നമ്മുടെ പള്ളിക്കാട്ടിൽ അവർ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കുഴിയിൽ, ഖബറിൽ അവർ നമ്മളെ ഇറക്കി വെക്കും. പ്രിയപ്പെട്ടവരെ, പിന്നെ ബാക്കിയാകുന്നത് നമ്മുടെ പ്രവർത്തനമാണ്, നമ്മുടെ കർമ്മങ്ങളാണ്. നമ്മൾ സ്നേഹിച്ചവരൊക്കെ തിരിച്ചു പോരും. അവർ വീട്ടിലേക്ക് വരും. നമ്മൾ വാങ്ങിയ കട്ടിലിൽ അവർ വീണ്ടും കിടക്കും.
നമ്മൾ വാങ്ങിയ വീട്ടിൽ, നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ അവർ വീണ്ടും ജീവിക്കും. പക്ഷേ നമ്മളവിടെ പള്ളിക്കാട്ടിൽ ഖബറിൻ്റെ ഉള്ളിൽ തനിച്ച് കഴിയേണ്ടവരാണ്. അന്ന് നമുക്ക് കൂട്ടിനുണ്ടാവുക നമ്മുടെ കർമ്മങ്ങളാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് പ്രവർത്തിക്കുക, അതുകൊണ്ട് അധ്വാനിക്കുക, സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. എപ്പോഴാണ് മരണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സമയവും നന്മക്ക് വേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.